നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA മലയാളം ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ബ്ലോക്ക് 4 ദേശീയ പ്രസ്ഥാനം കേരള മാതൃക ആഗോളീകരണം എന്നുള്ളതിലെ യൂണിറ്റ് 2 ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 1930 മുതൽ കേരള സംസ്ഥാന രൂപീകരണം വരെയുള്ള വിശദവിവരങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ യൂത്ത് ലീഗാണ് പറയുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറുകാരായിട്ടുള്ള NV ഗുരുക്കള്, പൊന്നറ ശ്രീധരൻ, NC ശേഖർ, ഭട്ടം താണുപിള്ള എന്നിവരൊക്കെ ചേർന്നിട്ട് 1931 തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് ലീഗ് തുടക്കം കുറിക്കുന്നത്. ഇവര് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ കൂടിയായിരുന്നു. അതില് കൂടി ഇവരുണ്ടായിരുന്നു. ഒരുപാട് ആവശ്യങ്ങള് ഈ യൂത്ത് ലീഗുകാരെ അന്നത്തെ ഭരണാധികാരികളോട് ആവശ്യപ്പെടുകയും അതിനു വേണ്ടിയിട്ടുള്ള പല സമരങ്ങളും നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ആണ് ഈ ഒരു പാഠഭാഗത്തിൽ അടുത്ത് പറയാനുള്ളത്. സോവിയറ്റ് യൂണിയനിൽ നിന്നിട്ടും ലോകമെമ്പാടും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പരന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയിലേക്കും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എത്തുന്നത്. ജയപ്രകാശ് നാരായൺ, ആചാര്യ നരേന്ദ്രദേവ്, MR മസാനി എന്നിവരൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രധാനികൾ എന്ന് പറയുന്നത്. ഇവർ തന്നെയായിരുന്നു ഇതിന്റെ നേതാക്കളായിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നതും. 1934 കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്നത്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രധാനമായും പ്രചരിപ്പിച്ചത് പ്രഭാതം പത്രം മുഖേനയായിരുന്നു. 1934 EMS സെക്രട്ടറി ആകുന്നത്. തുടർന്ന് പ്രവർത്തക സമിതിയിലെ തുല്യ പങ്കാളിത്തം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ജനുവരി 16 നടന്നിട്ടുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു. ഇതാണ് ആ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി കാർഷിക പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. കേരളത്തിലെ നമുക്കറിയാം കാർഷിക പ്രസ്ഥാനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ നാടുവാഴ്ത്ത ഫ്യൂഡൽ ഭരണകൂടത്തിന്റെ ഇരകളായിരുന്നു കർഷകർ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കാർഷിക പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇവരൊക്കെ അനുഭവിച്ചിരുന്ന യാതനകൾ എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന വിളയുടെ 60% വരെ, അല്ലെങ്കിൽ 60% മുതൽ 80% വരെ ഇവർക്ക് മറ്റുള്ളവർക്ക് നികുതിയായിട്ടും മറ്റു പാട്ടുമായിട്ടും ഒക്കെ കൊടുക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ ഇവര് ചെയ്യുന്ന പണിയിൽ അല്ലെങ്കിൽ ചെയ്യുന്നതിന് ഒട്ടും തന്നെ പ്രതിഫലം കിട്ടാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിയിലായിരുന്നു കർഷകർ പണിയെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്, കാർഷിക കാർഷിക സംഘങ്ങളൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോഴാണ് ഇവരുടെ പ്രവർത്തനം ശക്തിപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. 1935 ശക്തമായ കാർഷിക പ്രസ്ഥാനം രൂപം കൊണ്ടു. ഇതിന്റെ അലയൊലികള് അതിവേഗം തന്നെ പടർന്നു വന്നിരിക്കുകയും ചെയ്തു. അഖില മലബാർ കർഷക സമരം രൂപീകൃതമായി. അഖില മലബാർ കർഷക സംഘം രൂപീകൃതമായി. ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കുകയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് ആലപ്പുഴയില് ആദ്യമായിട്ട് തൊഴിലാളികളുടെ സംഘവും രൂപം കൊള്ളുകയുണ്ടായി. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ് പറയാനുള്ളത്. EMS നമ്പൂതിരിപ്പാട്, മുഹമ്മദ് അബ്ദുറഹ്മാൻ തുടങ്ങിയവരൊക്കെയായിരുന്നു കേരളത്തിലെ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉരുത്തിരിഞ്ഞു വരുന്നത്. തുടർന്ന് 1939 ഡിസംബർ മാസത്തിലാണ് പിണറായിയില് ഇതിന്റെ ആദ്യത്തെ ഒരു രഹസ്യ സമ്മേളനം നടക്കുകയുണ്ടായി. അതിനുശേഷം 1940 ജനുവരി 26 ഇത് രൂപീകൃതമാവുകയാണ് എന്ന പേരിൽ അവര് ഒരു ചുവരെഴുത്ത് പ്രദർശിപ്പിക്കുന്നത്. അതിലൂടെയാണ് ഈ ഒരു ഇതിന്റെ രൂപീകൃതം പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് നിരവധി തൊഴിലാളി സംഘടനകളും ഈ ഒരു പ്രസ്ഥാനത്തെ തുടർന്ന് ഉണ്ടാകുന്നുണ്ട്. തൊഴിലാളി സംഘടനകൾക്കായിരുന്നു പ്രധാനമായിട്ടും മുൻഗണന ലഭിച്ചിരുന്നത്. പിന്നീട് പതിയെ കോൺഗ്രസിൽ നിന്നും ഇവര് വിട്ടുമാറുകയും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. ഇനി പുന്നപ്ര, കയ്യൂർ, അതുപോലെ തന്നെ കരിവള്ളൂർ എന്നിങ്ങനെയുള്ള 3 പ്രദേശങ്ങളിലുണ്ടായ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം പുന്നപ്ര,
പ്രക്ഷോഭത്തെ കുറിച്ച് പറയാം. 1940 തിരുവിതാംകൂറിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലെ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇടക്ക് പലയിടങ്ങളിലായിട്ട് വിപുലമായ തൊഴിലാളികളുടെ സാന്നിധ്യവും നമുക്ക് ഈ ഒരു സമരത്തിൽ കാണാൻ കഴിയുന്നതാണ്. ആലപ്പുഴയിലെ കടലോര മേഖലയായിട്ടുള്ള പുന്നപ്ര, വയലാർ ആയിരുന്നു ഈ ഒരു സമരങ്ങളുടെ ആദ്യ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 1946 ഒക്ടോബർ 21 ആണ് ഈ ഒരു സമരം തുടക്കം കുറിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നിരവധി രക്തസാക്ഷികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് പറയാനുള്ളത് കയ്യൂർ സമരത്തെ കുറിച്ചിട്ടാണ്. 1939 ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. കർഷക തൊഴിലാളി സമരമായിരുന്നു ഇത് എന്ന് നമുക്ക് പറയാം. 1940 സെപ്റ്റംബർ 15 മലബാർ ഒരു യുദ്ധകളമായിട്ട് മാറി എന്ന് പറയുന്നുണ്ട്. പോലീസുകാർ നിരവധി അതിക്രമങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നടത്തുകയുണ്ടായി. കർഷകർ ഇതിനെ ശക്തമായി തന്നെ ചെറുത്തു നിൽക്കുകയും ചെയ്തു. ഒത്തിരി ശ്രമങ്ങൾ നടത്തി, അതെല്ലാം നിഷ്ഫലമായതോടു കൂടിയിട്ട് 1943 മാർച്ച് 29 കയ്യൂരില് 4 സഖാക്കള് ഒരു ജയിലിൽ വെച്ചിട്ട് ആത്മത്യാഗം നടത്തുകയുണ്ടായി. ഇത് ആ ഒരു കിയാള വർഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ ഒരു പ്രചോദനമായ ഒരു സംഭവം കൂടിയായിരുന്നു. ഇനി കരിവള്ളൂർ സമരമാണ് പറയാനുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നിട്ട് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ വളരെയധികം രൂക്ഷമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്നിട്ട് ഉയർന്നു പൊന്തിയിട്ടുണ്ടായിരുന്നു. മലബാറിന്റെ വടക്കേ അറ്റത്തുള്ള ഒരു ഗ്രാമമാണ് ഈ കരിവള്ളൂർ എന്ന് പറയുന്നത്. പ്രാദേശികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ധാന്യം, നെല്ലുകൾ എടുത്തു വെച്ച ശേഷം മാത്രമേ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു ഈ ഒരു സമരത്തിലൂടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവരുടെ ആവശ്യം അംഗീകരിക്കാതെ ഇവരുടെ ആവശ്യങ്ങൾക്കുള്ള നെൽക്കതിരൊന്നും കൊടുക്കാതെ അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇത്തരത്തിൽ നടന്നിരുന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം പോലീസുകാർ അടിച്ചമർത്തുക തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇനി കൊച്ചിയിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. 1834 ആയിരുന്നു കൊച്ചിയിലെ ആദ്യത്തെ സംഘടിത യജ്ഞം രൂപം കൊള്ളുന്നത്. 1936 നടന്ന ഇലക്ട്രിസിറ്റി സമരത്തോട് കൂടിയിട്ടാണ് ഉത്തരവാദിത്ത ഭരണത്തിനുള്ള സമരങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ശേഷം സമരം പൂർണ്ണമായിട്ടും ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നായിട്ട് മാറുകയും ചെയ്തു. സമരം ശക്തമായതിനെ തുടർന്നിട്ട് ഒത്തിരി ഗ്രാമങ്ങൾക്ക് ഒടുവിൽ പൊതു തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂർ കൊച്ചി സംയോജനമാണ് അടുത്ത് പറയാനുള്ളത്. സ്വാതന്ത്ര്യ നേട്ടത്തിനു ശേഷം എല്ലാ രാജ്യങ്ങളും പൊതുവിൽ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ പ്രദേശങ്ങളെയും സംയോജിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലും സ്വാതന്ത്ര്യ നേട്ടത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വലിയ വെല്ലുവിളിയായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളും ഒരുമിപ്പിക്കുക, സംയോജിപ്പിക്കുക എന്നുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഐക്യ കേരള രൂപീകരണ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. 1951-52 കാലഘട്ടങ്ങളിലാണ് പൊതു തിരഞ്ഞെടുപ്പും ആദ്യത്തെ മന്ത്രിസഭയും ഉണ്ടാകുന്നത്. 1956 കാലഘട്ടത്തിൽ തിരുവിതാംകൂർ പ്രസിഡന്റ് ഭരണത്തിന് പല പ്രശ്നങ്ങൾക്കും ശേഷം പ്രസിഡന്റ് ഭരണത്തിന് കീഴിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഐക്യ കേരള പ്രസ്ഥാനവും കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണവുമാണ് ഇനി ഒരു പാഠഭാഗത്തിൽ അവസാനമായിട്ട് പറയാനുള്ളത്. ഒട്ടനവധി ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ഒക്കെ ശേഷം മലയാളം സംസാരിക്കുന്നവരുടെ പ്രദേശമായിട്ടുള്ള മലബാറും തിരുവിതാംകൂറും കൊച്ചിയും ചേർത്ത് ഒരു സംസ്ഥാനം, മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള കേരളം സംസ്ഥാനം രൂപീകരിക്കുന്നത് 1956 നവംബർ 1 ഐക്യ കേരളം രൂപീകൃതമാകുന്നത്, കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത്. 1957 ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു. 11 അംഗങ്ങളായിരുന്നു ആ ഒരു മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റിൽ കാണാം.